നമസ്കാരം. മോട്ടോറോള എഡ്ജ് പ്ലസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മോട്ടോറോള ഈ വർഷം പുറത്തിറക്കിയ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് മോട്ടോറോള എഡ്ജ് പ്ലസ്. ഇന്ന് നമുക്ക് മോട്ടോറോള എഡ്ജ് പ്ലസിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഡിസൈൻ നോക്കിയാൽ 16.11 സെൻറ്റിമീറ്റർ നീളവും 7.14 സെൻറ്റിമീറ്റർ വീതിയും 0.96 സെൻറ്റിമീറ്റർ കനവുമുള്ള ഈ ഫോണിന് 203 ഗ്രാം ഭാരമുണ്ട്. പിന്നിൽ 3 ക്യാമറയും ഫ്ലാഷും മോട്ടോറോള ലോഗോയും കാണാം. വലതുവശത്ത് പവർ ബട്ടണും വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും, മുകൾ വശത്ത് 3.5 mm ഹെഡ്ഫോൺ പോർട്ടും, താഴ്വശത്ത് സിം ട്രേ, മൈക്ക്, USB Type-C, സ്പീക്കർ ഗ്രിൽ എന്നിവയും കാണാം. കർവ്ഡ് OLED സ്ക്രീനാണ് മുന്നിൽ. മുകളിലെ ഇയർ പീസ് സെക്കൻഡറി സ്പീക്കറായിട്ട് വർക്ക് ചെയ്യുന്നു. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഉള്ള ഫോണിന് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. IP പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിലും IP68ൻ്റെ അതേ മാനദണ്ഡപ്രകാരം ജലത്തെയും പൊടിപടലങ്ങളെയും പ്രതിരോധിക്കാൻ ഈ ഫോണിന് കഴിയുമെന്ന് മോട്ടോറോള സെൽഫ് ടെസ്റ്റ് നടത്തി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്ക് വിപരീതമായി 3.5 mm ഹെഡ്ഫോൺ പോർട്ട് ഈ ഫോണിൽ നിലനിർത്തിയിരിക്കുന്നു. സ്റ്റീരിയോ സ്പീക്കറാണ് ഈ ഫോണിനുള്ളത്. ഓഡിയോ ട്യൂണിങ്ങിന് ഗ്രാമി അവാർഡ് സ്വന്തമാക്കിയ വേവ്സ് ഓഡിയോയാണ് സ്റ്റീരിയോ സ്പീക്കറിൻ്റെ സൗണ്ട് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇന്ന് വരെ നിലവിലുള്ള മറ്റ് ഏത് സ്മാർട്ട് ഫോണിനേക്കാളും മികച്ച ഓഡിയോ ക്വാളിറ്റി ഈ ഫോണിനുണ്ടെന്നാണ് കമ്പനിയുടെ അവകാശവാദം. പോരായ്മകൾ പറയുകയാണെങ്കിൽ ഈ ഫോണിന് എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ല. ഇനി വന്നാൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് സ്കാനറുള്ള 6.7 ഇഞ്ച് ഫുൾ HD+ OLED എഡ്ജ് ഡിസ്പ്ലേ ആണ് ഫോണിനുള്ളത്. പിക്സൽ ഡെൻസിറ്റി 385 ppi-യും സ്ക്രീൻ ടു ബോഡി റേഷ്യോ 95.8%, ആസ്പെക്ട് റേഷ്യോ 21:50-മാണ്. മേന്മകൾ പറയുകയാണെങ്കിൽ 90 Hz റിഫ്രഷിംഗ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണിത്. ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ റിഫ്രഷ് റേറ്റ്, 60 Hz, 90 Hz എന്നീ ഓപ്ഷൻ കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ആവശ്യകതയ്ക്കനുസരിച്ച് ഫോൺ ഓട്ടോമാറ്റിക്കലി റിഫ്രഷ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓട്ടോ എന്നൊരു ഓപ്ഷനും കാണാം. വശങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയിരിക്കുന്ന അതിമനോഹരമായ വാട്ടർഫോൾ കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിനുള്ളത്. വശങ്ങളിലെ ആക്സിഡൻ്റൽ ടച്ചസ് സെൻസ് ചെയ്യാൻ കഴിവുള്ളതിനാൽ കൈ എഡ്ജ് ഡിസ്പ്ലേയുടെ വശങ്ങളിൽ അറിയാതെ തൊടുമ്പോൾ ഉണ്ടാകുന്ന ടച്ച് ഇൻപുട്ട് ഒഴിവാക്കാൻ ഈ ഫോണിന് സാധിക്കും. കസ്റ്റമൈസ്ഡ് എഡ്ജ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിനുള്ളത്. ഡിസ്പ്ലേയുടെ വലതുവശത്ത് എഡ്ജിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ പാനൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഡിസ്പ്ലേയുടെ വലതുവശത്ത് എഡ്ജിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് എഡ്ജ് ഡിസ്പ്ലേ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ അവസാനം ഉപയോഗിച്ച ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാനോ സാധിക്കും. ഗെയിം കളിക്കുമ്പോൾ എഡ്ജ് ഡിസ്പ്ലേ ട്രിഗർ ബട്ടണായും യൂസ് ചെയ്യാനാകും. കോൾ വരുമ്പോഴും മറ്റ് നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും എഡ്ജ് ലൈറ്റിംഗ് മറ്റൊരു പ്രത്യേകതയാണ്. ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ ഇഷ്ടമുള്ള ഫോണ്ട്, കളർ, ഐക്കൺ ഷേപ്പ്, ലേഔട്ട് എന്നിവ സെലക്ട് ചെയ്ത് കസ്റ്റം തീമായി സേവ് ചെയ്ത് യൂസ് ചെയ്യാനാകും. ഇനി പെർഫോമൻസ് സൈഡ് പറയുകയാണെങ്കിൽ കോൾക്കമ്മിൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റായ സ്നാപ്ഡ്രാഗൺ 865 ചിപ്സെറ്റാണ് ഇതിലുള്ളത്. സ്നാപ്ഡ്രാഗൺ 855 ചിപ്സെറ്റിനെ പോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 865 ചിപ്സെറ്റും 7 നാനോമീറ്റർ ചിപ്സെറ്റാണ്. 2.84 GHz ക്ലോക്ക് സ്പീഡോടുകൂടിയ ഒരു കോർട്ടെക്സ് A77 കോറും 2.4 GHz ക്ലോക്ക് സ്പീഡോടുകൂടിയ 3 കോർട്ടെക്സ് A77 കോറും 1.8 GHz ക്ലോക്ക് സ്പീഡോടുകൂടിയ 4 കോർട്ടെക്സ് A55 കോറും അടങ്ങിയ ഒക്ടാ കോർ പ്രോസറാണിത്. ഗ്രാഫിക്സിനായി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അഡ്രീനോ 650 GPU മുൻപുള്ള അഡ്രീനോ 640യെ അപേക്ഷിച്ച് 25% ഗ്രാഫിക്സ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്ഡേറ്റബിൾ ഗ്രാഫിക്സ് ഡ്രൈവർ ആണെന്നത് എടുത്തു പറയേണ്ടുന്ന പ്രത്യേകതയാണ്. ഫോണിലുള്ള ആപ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പ്ലേ സ്റ്റോർ വഴി ഗ്രാഫിക്സ് ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. സ്നാപ്ഡ്രാഗൺ 855 ചിപ്സെറ്റിൽ അവതരിപ്പിച്ച എലൈറ്റ് ഗെയിമിംഗ് ഫീച്ചേഴ്സിൻ്റെ നൂതന പതിപ്പ് ഈ ചിപ്സെറ്റിൽ കാണാൻ സാധിക്കും. ഇന്ന് വരെ നിലവിലുള്ള സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 5G ഫോൺ ഇതാണെന്നാണ് മോട്ടോറോളയുടെ അവകാശവാദം. LPDDR5X RAM, UFS 3.0 എന്നിവയുടെ കോമ്പിനേഷൻ മികച്ച ഡേറ്റ ട്രാൻസ്ഫറിംഗ് സ്പീഡ് സമ്മാനിക്കുന്നു. ഇനി ക്യാമറ സൈറ്റ് നോക്കുകയാണെങ്കിൽ മുന്നിൽ f2.0 അപ്പേർച്ചർ 25 MP ക്യാമറയാണുള്ളത്. പിന്നിൽ f1.8 അപ്പേർച്ചർ 108 MP മെയിൻ ക്യാമറയും 117 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള f2.2 അപ്പേർച്ചർ 16 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 3x ഒപ്റ്റിക്കൽ സൂമിനായി f2.4 അപ്പേർച്ചർ 8 MP ടെലിഫോട്ടോ ലെൻസും അടങ്ങിയ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിനുള്ളത്. മെയിൻ ലെൻസിനും ടെലിഫോട്ടോ ലെൻസിനും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുണ്ട്. 108 MP മെയിൻ ക്യാമറയിൽ എടുക്കുന്ന പിക്ചർ കോഡ് പിക്സൽ ബിന്നിംഗ് ടെക്നോളജി ഉപയോഗിച്ച് മികവുറ്റ 27 MP ഫോട്ടോ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. 16 MP വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ച് ഒരു വസ്തുവിൻ്റെ 2 സെൻറ്റിമീറ്റർ മാത്രം അകലത്തിൽ നിന്നുകൊണ്ട് മികവുറ്റ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുവാൻ സാധിക്കും. 30 FPS 6K വീഡിയോ റെക്കോർഡിംഗ് ആണ് ഹൈലൈറ്റ്. 108 MP മെയിൻ ക്യാമറയുള്ള മറ്റു ഫോണുകളിൽ
8K വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാകും എന്നിരിക്കെ 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്ന സ്നാപ്ഡ്രാഗൺ 865 ചിപ്സെറ്റുള്ള ഈ ഫോണിൽ വീഡിയോ റെക്കോർഡിംഗ് മാക്സിമം റെസൊല്യൂഷൻ 6K മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. 8K റെസൊല്യൂഷനെ അപേക്ഷിച്ച് സെൻസർ പ്രൊവൈഡ് ചെയ്യുന്ന മികച്ച വീഡിയോ ഫുട്ടേജ് 6K റെസൊല്യൂഷനിൽ ആയതിനാലാവണം വീഡിയോ റെക്കോർഡിംഗ് 6K റെസൊല്യൂഷനിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. പോർട്രേറ്റ് വീഡിയോ, നൈറ്റ് വിഷൻ ഫോട്ടോ, ലോങ് എക്സ്പോഷർ മോഡ് തുടങ്ങിയ ഫീച്ചേഴ്സും ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ കാണാൻ കഴിയും. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ മോട്ടറോള യൂസർ ഇന്റർഫേസോട് കൂടിയ ആൻഡ്രോയിഡ് 10 ആണ് ഈ ഫോണിനുള്ളത്. സ്റ്റോക്ക് ആൻഡ്രോയിഡിനോട് വളരെയേറെ സാമ്യം തോന്നിക്കുന്ന യൂസർ ഇന്റർഫേസ് ആണിത്. ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 5000 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഫോണിനുള്ളത്. 15 വാട്ട് വയർലെസ് ചാർജിങ്ങും 5 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്ന ഈ ഫോണിനൊപ്പം ലഭിക്കുന്ന ഫാസ്റ്റ് ചാർജർ 18 വാട്ട് മാത്രമാണ്. മിഡ് റേഞ്ച് ഫോണുകൾ പോലും എബോവ് 25 വാട്ട് ഫാസ്റ്റ് ചാർജർ ഫോണിനൊപ്പം നൽകുമ്പോൾ ഈ ഫോണിനൊപ്പം 18 വാട്ട് ചാർജർ മാത്രമാണ് ലഭിക്കുന്നത് എന്നത് നിരാശയുണർത്തുന്നു. സ്മോക്കി സാംഗ്രിയ, തണ്ടർ ഗ്രേ എന്നീ നിറങ്ങളിൽ മാർക്കറ്റിൽ ലഭ്യമാകുന്ന മോട്ടറോള എഡ്ജ് പ്ലസിന് 12GB റാമും 256GB ഇന്റേണൽ സ്റ്റോറേജുമാണുള്ളത്. SD കാർഡ് സ്ലോട്ട് ഇല്ലാത്തതും മികച്ച ഫാസ്റ്റ് ചാർജർ ഇല്ലാത്തതുമാണ് പറയത്തക്ക പോരായ്മകൾ. ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.